ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഐഷ ശ്രീമേഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കാറില്ലേ, ധാബ സ്റ്റൈൽ കറികൾക്കൊക്കെ എന്താ ഇത്ര ടേസ്റ്റ്, ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുക, എന്താണ് ഇതിൻ്റെ രുചിയുടെ രഹസ്യം എന്നൊക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് ധാബ സ്റ്റൈൽ ഒരു എഗ്ഗ് കറിയാണ്. ഇത് ചപ്പാത്തി, പൊറോട്ട, നാൻ, വെള്ളപ്പം, നൂലപ്പം അങ്ങനെ എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇത് തയ്യാറാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂ കേട്ടോ. എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും, ലൈക്ക് ചെയ്യുമ്പോൾ ഒരു ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണും, അതിലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ധാബ സ്റ്റൈൽ എഗ്ഗ് കറി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് എഗ്ഗ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഞാനിവിടെ 4 കോഴിമുട്ടയാണ് കേട്ടോ പുഴുങ്ങിയെടുക്കുന്നത്. വെള്ളത്തിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ കോഴിമുട്ട പുഴുങ്ങിയെടുക്കുമ്പോൾ ചില സമയങ്ങളിൽ പൊട്ടിപ്പോയിട്ട് വെള്ളത്തിലൊക്കെ കലങ്ങി പോവാറുണ്ടല്ലേ. ഇനി നിങ്ങൾ മുട്ട പുഴുങ്ങിയെടുക്കുമ്പോൾ ഇതുപോലെ സവാളയുടെ തൊലി ചേർത്ത് കൊടുത്താൽ മുട്ട പൊട്ടിപ്പോവാതെ നമുക്ക് പുഴുങ്ങിയെടുക്കാനായിട്ട് പറ്റും. ഇങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂട്ടോ, ഇത് നല്ലൊരു ടിപ്പാണ്. ഇപ്പോൾ നമ്മുടെ കോഴിമുട്ടയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുകയാണ്. കണ്ടോ, ഇപ്പോൾ നമ്മുടെ കോഴിമുട്ടയൊന്നും പൊട്ടാതെ നമുക്കിത് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക. ഇപ്പം ഞാനിവിടെ കോഴിമുട്ടയുടെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഈ കോഴിമുട്ട ഇതുപോലെ ഒന്ന് വരയിട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ കോഴിമുട്ടയിൽ മസാലയൊക്കെ നല്ലതുപോലെ പിടിച്ച് കിട്ടും. അപ്പോൾ ഞാനിത് 4 ഇതുപോലെ ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കോഴിമുട്ട ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടില്ല കേട്ടോ. ഇനി ഈ ഓയിലിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് കട്ടയൊന്നും കെട്ടാതെ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ട് നമ്മൾ നേരത്തെ വരഞ്ഞെടുത്ത കോഴിമുട്ട ഉണ്ടല്ലോ, അത് ഈ പാനിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ കോഴിമുട്ട ഈ ഓയിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കണ്ട, ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നാൽ ഈ കോഴിമുട്ട ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. ഇപ്പം ഞാനിത് മുഴുവനും ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് ഈ സെയിം പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, അതായത് നല്ല ജീരകം ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു ബേ ലീഫും 2 ചെറിയ പീസ് കറുവപ്പട്ടയും ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം ഈ എണ്ണയിലിട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഇഞ്ചിയുടെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ വെളുത്തുള്ളിയും ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം 2 മീഡിയം സൈസിലുള്ള സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഇനി ഈ സവാള നല്ല സോഫ്റ്റായിട്ട് വഴന്നു വരുന്നത് വരെ വഴറ്റിയെടുക്കുക. ഈ സവാള പെട്ടെന്ന് വഴന്നു വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സവാള നല്ല സോഫ്റ്റായിട്ട് വരുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഞാനിത് പെട്ടെന്ന് വഴന്നു വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് അടച്ച് വെക്കുകയാണ്. ഒരു 2 മിനിറ്റ് നേരം അടച്ച് വെക്കുമ്പോഴേക്കും ഈ സവാള നല്ലതുപോലെ വഴന്ന് കിട്ടും. ഇത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടക്കൊന്ന് തുറന്നു നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഈ സവാള വഴന്നു വരുമ്പോഴേക്കും നമുക്കിതിലേക്കൊരു തക്കാളി അരച്ചെടുക്കാം. ഞാനിതിലേക്കൊരു വലിയൊരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഈ തക്കാളി കട്ട് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ 2 പച്ചമുളകും കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കുക. ഇപ്പം ഞാനിത് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ സവാള നല്ലതുപോലെ ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചെടുത്ത തക്കാളിയുടെ പേസ്റ്റ് ഈ സവാളയിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി ഈ തക്കാളിയുടെ റോ ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറി തക്കാളി നല്ലതുപോലെ ഒന്ന് വെന്ത് വരുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇപ്പം തക്കാളിയൊക്കെ വെന്ത് ഇതിലെ എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, അതായത് നല്ല ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക.
പൊടികൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ പൊടികളുടെയൊക്കെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് 2 മിനിറ്റ് വഴറ്റിയെടുക്കുമ്പോഴേക്കും ആ പൊടികളുടെ ആ റോ ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറിക്കിട്ടും. ഇപ്പോൾ പൊടികളുടെ ആ റോ ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാൻ ഇതിലേക്ക് 1 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ കറി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൽ എണ്ണ തെളിയുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് 15 കാഷ്യൂ നട്ട്സ് നേരത്തെ തന്നെ കുതിർന്ന് കിട്ടാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഞാനിതിപ്പോൾ നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കറിയിലെ എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഈ കറി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. കറി നല്ലതുപോലെ തിളച്ചിട്ട് ഇതുപോലെ എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള കാഷ്യൂ നട്ട്സിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ആ വെള്ളവും ഈ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഈ കറി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഞാനിതിലേക്ക് ഒരല്പം കസൂരി മേത്തി, അതായത് ഉലുവയുടെ ഇല ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിതിലേക്ക് കസൂരി മേത്തി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ക്യാമറ ഓൺ ആക്കാൻ മറന്നുപോയി. അതാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഈ വീഡിയോയിൽ കാണാത്തത്. ഇനി ഞാൻ ഇതിലേക്ക് വീണ്ടും നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ അതിൻ്റെ ഫ്ലേവർ കൂടിപ്പോകും. അപ്പോൾ നിങ്ങൾ ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിയില ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കോഴിമുട്ട ചേർത്ത് കൊടുക്കുക. കോഴിമുട്ട ചേർത്ത് കൊടുത്തതിന് ശേഷം കറി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ കറി ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ കറി ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദാബ സ്റ്റൈൽ എഗ്ഗ് കറിയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമല്ലേ. ഇത് ചപ്പാത്തി, പൊറോട്ട, നാൻ, വെള്ളപ്പം, നൂലപ്പം എന്ന് വേണ്ട എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ദാബ സ്റ്റൈൽ എഗ്ഗ് കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെച്ചാൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക് യു.